ഏതാണ്ട് പറയാനുണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിപ്പിച്ചിട്ട് എന്താ ഇപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ലേ? അച്ഛന് തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞത് സത്യമാണോ? അതെ. എന്താ? അച്ഛൻ ഇത് വണ്ടി വെച്ച് പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരു കാരണമില്ലാതെ ഒരാൾ ജോലി കളഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ ഒരു കാരണവുമില്ലെന്നോ? 10-35 വർഷമായില്ലേ ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. പണ്ടൊക്കെ ആണെങ്കിൽ 1-2 ദിവസം മുഴുവൻ ഉറക്കം ഉളച്ച് വേണേലും ഞാൻ ജോലി ചെയ്യുമായിരുന്നു. ഇപ്പോൾ 1-2 മണിക്കൂർ പോലും എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ. മാത്രമല്ല പഴയ വേഗതയും ഇല്ല. അവരായിട്ട് പറഞ്ഞു വിടുന്നതിനേക്കാൾ നല്ലത് ഞാനായിട്ടേക്ക് പോരുന്നല്ലേന്ന് തോന്നി. എന്നാലും ഇത്രയും കാലം അവിടെ കിടന്ന് മടച്ചിട്ട് ആ ദാരിദ്ര്യവാസികളൊന്നും തന്നു വിട്ടില്ലയോ? ഒന്നും തന്നില്ലെന്ന് ആര് പറഞ്ഞു? എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ട് തന്നിട്ടുണ്ട്. മാത്രമല്ല നന്ദുവിനൊരു വിസയുടെ കാര്യം അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അച്ഛാ, അവനിപ്പോൾ ഇവിടെ ഒരു മാന്യമായിട്ടുള്ള ജോലിയില്ലേ, പിന്നെന്തിനാ? അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആവശ്യം പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അവന് മാത്രം ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. അതെന്തോ അച്ഛാ, അച്ഛന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ എന്താണ് തോന്നി തന്നണക്കാന്നല്ലോ. അതെന്താ, 10 വർഷം മുമ്പേ 50 പവന്റെ സ്വർണവും 10 ലക്ഷം രൂപയുടെ ഒരു കാറും അല്ലേ നിനക്ക് തന്നത്? പിന്നെ കൂടെ വീട് പണി എന്ന് പറഞ്ഞ് നീ എത്ര കാശാ മേടിച്ചിരിക്കുന്നത് എൻ്റെ? വല്ലപ്പോഴും 10-30,000 രൂപ ഞാൻ വാങ്ങിച്ചാലാണോ അച്ഛനീ എച്ചിക്കണക്ക് പറയുന്നത്? 30,000 രൂപ വെച്ച് എത്ര തവണ അയച്ചു കൊടുത്തിട്ടൊന്ന് പറഞ്ഞു കൊടുക്കച്ച. നീ ഇതിനകത്ത് ഇടപെടണ്ട. ഇത് ഞങ്ങൾ അച്ഛനും മക്കളും തമ്മിലുള്ള പ്രശ്നമാണ്. ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളാം. പിന്നെ എന്റെ അച്ഛന്റെ സമ്പാദ്യം മുഴുവൻ ഊറ്റിയെടുത്തതേ ഈ ഇരിക്കുന്ന നിന്റെ കെട്ടിയോനാ. എടി, തോന്നിയാസം പറയുന്നു. ഞാൻ എന്തോന്ന് ഊറ്റിയെടുത്തെന്ന്? എന്നാ റോഡ് സൈഡിൽ ആ 10 സെന്റ് വാങ്ങിച്ചെന്നു അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയാണ് ഞാൻ ഈ വർത്തമാനം സൂക്കേട്. 10 സെന്റ് വസ്തു എന്തുവാ കുറവാണോ? ഇന്ന് വിറ്റാലേ 1.5 കോടി രൂപ കയ്യിലിരിക്കും. എനിക്ക് കിട്ടിയതോ കുറച്ച് സ്വർണ്ണവും ഒരു പാട്ടക്കാറും. അന്നത്തെ സ്വർണത്തിന്റെ ഇന്നത്തെ വിലയൊന്നും എടുത്ത് കമ്പയർ ചെയ്ത് നോക്ക്. അപ്പം മനസ്സിലാവും ഏതാണ് വലുത് ഏതാണ് കുറവെന്നുള്ളത്. മതി എല്ലാരും ഒന്ന് നിർത്തിയേ. ആ മനുഷ്യന് ഇത്തിരി സ്വസ്ഥത കൊടുക്കും.